കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ ബ്രസീൽ ഇതുവരെ ഏതൊക്കെ ഫോർമേഷനിൽ കളിച്ചിട്ടുണ്ട്, ഏതൊക്കെ ഫോർമേഷനാണ് കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ ബ്രസീൽ നല്ല പെർഫോമൻസ് നടത്തിയിട്ടുള്ളത്? ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബിഫോർ ദ കപ്പ് എപ്പിസോഡ് 2ലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നമ്മൾ സ്ഥിരമായിട്ടൊക്കെ വീഡിയോസ് ചെയ്യുന്ന ഒരു ചെറിയ ചാനലാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതുവരെ കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ ബ്രസീൽ കളിച്ചിട്ടുള്ളത് 10 മത്സരങ്ങളാണ്. 6 മാസം 6 തീയതി 2025, അതായത് ജൂൺ 2025 ആദ്യമായിട്ട് ബ്രസീൽ ഒരു മത്സരം കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ കളിക്കുന്നത്. കാർലോ ആഞ്ചലോട്ടി ബ്രസീലിന്റെ കോച്ചായത്. അപ്പോൾ അദ്ദേഹം 2030 വരെയുള്ള ആ ഒരു അടുത്ത വേൾഡ് കപ്പിൽ അദ്ദേഹം തന്നെയായിരിക്കും കോച്ച് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇക്വഡോറിനെതിരെ ഗോൾ രഹിത സമനിലയായിരുന്നു ആദ്യത്തെ മത്സരം. ആ മത്സരത്തിൽ 4-3-3 എന്ന് പറയുന്ന ഒരു ഫോർമേഷനിലായിരുന്നു ബ്രസീൽ കളിച്ചിരുന്നത്. 4-3-3 ഫോർമേഷൻ. അതിനുശേഷം ബ്രസീൽ പരാഗ്വേനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി. കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിലെ ബ്രസീലിന്റെ ആദ്യത്തെ വിജയം എതിരില്ലാത്ത ഒരു ഗോളിന് പരാഗ്വേക്കെതിരെ 4-2-3-1 എന്ന ഫോർമേഷനിലായിരുന്നു ബ്രസീൽ കളിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ബ്രസീൽ ചിലിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്തു. ആ മത്സരത്തിലും 4-2-3-1 എന്ന് പറയുന്ന ഫോർമേഷനിലായിരുന്നു ബ്രസീൽ കളിച്ചിരുന്നത്. വളരെ മികച്ച പെർഫോമൻസ് ആ മത്സരത്തിലും ബ്രസീൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബൊളീവിയക്കെതിരെ ബ്രസീൽ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെട്ടു. 4-3-3 ഫോർമേഷൻ ആയിരുന്നു ഈ ഒരു മത്സരത്തിൽ ബ്രസീൽ ഉപയോഗിച്ചിരുന്നത്. ഈ മത്സരം ബ്രസീൽ പരാജയപ്പെടുകയായിരുന്നു. അത് കഴിഞ്ഞ് സൗത്ത് കൊറിയക്കെതിരെ 4-2-3-1 ഫോർമേഷനിൽ ഒരു അത്യുജ്വല വിജയം, എതിരില്ലാത്ത 5 ഗോളിന്റെ വിജയമായിരുന്നു ബ്രസീൽ സ്വന്തമാക്കിയത്. വേറെ ലെവൽ കളിയായിരുന്നു ആ മത്സരത്തിൽ ബ്രസീൽ കളിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ജപ്പാനെതിരെ 2-3 എന്ന സ്കോറിൽ ബ്രസീൽ പരാജയപ്പെട്ടു. 2 ഗോളിന് ലീഡ് നേടിയതിനു ശേഷമായിരുന്നു ബ്രസീലിന്റെ ഒരു തോൽവി. ഈ മത്സരത്തിൽ 4-3-3 ഫോർമേഷൻ ആയിരുന്നു ബ്രസീൽ ഉപയോഗിച്ചിരുന്നത്. അതായത് ബ്രസീൽ സൗത്ത് കൊറിയ മത്സരത്തിൽ 4-2-3-1 ബ്രസീൽ ജപ്പാൻ മത്സരത്തിൽ 4-3-3 ഫോർമേഷൻ. അതിനുശേഷം ബ്രസീൽ സിനഗൽ മത്സരത്തിൽ ബ്രസീൽ ഉപയോഗിച്ചത് 4-2-2 ഫോർമേഷൻ ആണ്. ആ മത്സരം ബ്രസീൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ജയിക്കുകയും ചെയ്തു. അതിനുശേഷം തുനീഷ്യക്കെതിരെ ബ്രസീൽ 1-1 സമനില പിടിച്ച മത്സരത്തിൽ 4-2-2 ഫോർമേഷൻ ആണ് ബ്രസീൽ യൂസ് ചെയ്തിരുന്നത്. അതിനുശേഷം ബ്രസീൽ ഫ്രാൻസിനെതിരെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെട്ട മത്സരത്തിലും ഇതേ ഫോർമേഷൻ 4-2-2 ഫോർമേഷൻ ആണ് യൂസ് ചെയ്തത്. അതിനുശേഷം ക്രൊയേഷ്യക്കെതിരെ 4-3-3 ഫോർമേഷൻ ആണ് ഉപയോഗിച്ചത്. 1-3 ഗോളിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരുന്നു. ഈ 10 മത്സരവും ലൈവ് കണ്ട ആളാണ് ഞാൻ. ഓക്കെ, നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് കമന്റിൽ പറയുക. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രസീൽ 4-3-3 ഫോർമേഷൻ 4 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. 4 തവണ ഉപയോഗിച്ചു. അതിൽ 1 തവണ ജയിച്ചു, 1 തവണ തോറ്റു. 2 മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടു എന്നതാണ്. അതിനുശേഷം 4-2-3-1 ഫോർമേഷൻ 3 കളി കളിച്ചു, 3 ജയിച്ചു, 3 മത്സരവും ജയിച്ചു. 4-2-2 ഫോർമേഷനിൽ 3 മത്സരങ്ങൾ കളിച്ചു, 1 വിജയം, 1 സമനില, 1 തോൽവി. ആ ഫോർമേഷൻ പോലെ തന്നെയാണ് റിസൾട്ടും. അങ്ങനെ 10 മത്സരങ്ങൾ 5 വിജയവും 2 സമനിലയും 3 തോൽവിയുമാണ്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് 4-2-3-1 എന്ന് പറയുന്ന ഫോർമേഷനിൽ ബ്രസീൽ കളിച്ച 3 കളിയും അവർ ജയിച്ചു. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന 5 മത്സരങ്ങളായിട്ട് ഈ ഒരു ഫോർമേഷൻ കാർലോ ആഞ്ചലോട്ടി ഉപയോഗിച്ചിട്ടില്ല. അതിന് മുമ്പുള്ള മത്സരങ്ങളിലായിരുന്നു ഈ ഒരു ഫോർമേഷൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ച് വരുന്ന വേൾഡ് കപ്പിൽ കാർലോ ആഞ്ചലോട്ടി ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള ഒരു കോച്ചാണ്. ബ്രസീലിനെ സംബന്ധിച്ച് ബ്രസീലിന് ഡിഫൻസിലും അറ്റാക്കിങ്ങിലും മിഡിലും ഒക്കെ ലോകോത്തര നിലവാരമുള്ള ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ഫോർമേഷനും ഏത് രീതിയിലും ബ്രസീലിനെ വെച്ച് കളിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വരുന്ന വേൾഡ് കപ്പിൽ ബ്രസീൽ ഏത് ഫോർമേഷനിൽ വേണമെങ്കിലും ബ്രസീലിനെ കാർലോ ആഞ്ചലോട്ടി കളിപ്പിക്കാം. കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഫോർമേഷൻ 4-2-3-1 എന്ന് പറയുന്ന ഫോർമേഷൻ ആണ്. ഇത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഫോർമേഷൻ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വലിയ വിജയങ്ങൾ. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് എതിരില്ലാത്ത 5 ഗോളുകൾക്ക് ബ്രസീൽ സൗത്ത് കൊറിയ പരാജയപ്പെടുത്തി. ആ മത്സരത്തിൽ ഈ ഒരു ഫോർമേഷൻ ആണ് ഉപയോഗിച്ചിരുന്നത്. അതിന് മുമ്പ് നമ്മൾ നോക്കുമ്പോൾ ചിലിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഈ 2 വലിയ വിജയം, അതായത് ഈ ഒരു കാർലോ ആഞ്ചലോട്ടിയുടെ ഈ ഒരു കാലയളവിൽ ബ്രസീൽ നേടിയ 2 വലിയ വിജയത്തിലും ഈ ഒരു ഫോർമേഷനാണ് പങ്കുവഹിക്കുന്നത്. 4-2-3-1 എന്ന് പറയുന്ന ഫോർമേഷൻ. എനിക്കും ആഗ്രഹം ഇതേ ഫോർമേഷനിൽ കളിപ്പിക്കുക എന്നതാണ്. അത് മാത്രമല്ല, അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ സെന്റർ ഫോർവേഡ് നല്ല നല്ല ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. ആര് വേണമെങ്കിലും കളിപ്പിക്കുക. ലെഫ്റ്റിൽ അറിയാലോ വിനീഷ്യസ് ആയിരിക്കും, റൈറ്റിൽ ആരായിരിക്കും റാഫിനി ആയിരിക്കും, സെന്ററിൽ അതായത് ആ ഒരു അറ്റാക്കിംഗ് മിഡ് ആ ഒരു പൊസിഷനിൽ സാക്ഷാൽ നെയ്മറിനെ കളിപ്പിക്കണം എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം.
സെന്റർ ഫോർവേഡ് നല്ല ഓപ്ഷൻസ് ബ്രസീലിന് അവൈലബിൾ ആണ്. കുഞ്ഞാണ് എൻ്റെ ഒരു നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് കുഞ്ഞാണ്. ആളാവുമ്പോൾ കയറി ഇറങ്ങി കളിച്ചോളും. ആ ഒരു നെയ്മറിനും കയറി പോകാം, ഇറങ്ങി വരാം. അപ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമന്റിൽ പറയണം. പിന്നെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ തന്നെ, ഈ ഒരു സീരീസിൽ തന്നെ പല എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നതാണ് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ. വേൾഡ് കപ്പ് വരാൻ ഇനി കുറച്ച് ദിവസമുള്ളല്ലോ, ഒരു മാസം പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ കുറേ വീഡിയോസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രസീലിൻ്റെ കുറിച്ചും മറ്റ് രാജ്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ വിത്ത് 4 സ്റ്റാർ.